ഹായ്, ഗുഡ് ഈവനിങ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങൾ വരും. അങ്ങനെ ഒരു ഭാഗ്യം ഇന്നലെ എന്റെ ലൈഫിൽ വന്നിരുന്നു. അത് വേറെ എവിടെയും വെച്ചല്ല, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണത്തിന് പോയ കാര്യം. ആ കല്യാണത്തിന് പോയ സമയത്താണെങ്കിൽ അവിടുത്തെ ആ തിരക്കും കാരണം ഈ താലികെട്ട് അവിടെ വെച്ച് നടത്തിയും ബാക്കി ചടങ്ങുകളെല്ലാം ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു. അന്നേരം അവിടെ പോകണം. ഇന്നലെ സൂര്യാസ്തമയ ദിവസമായത്, എന്തൊരു പൂജ ഉണ്ടായത് കൊണ്ട് ഇന്നലെ അമ്പലം ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ മാത്രമേ തുറക്കുള്ളൂ. അതുകൊണ്ട് ഭയങ്കര റഷും ആയിരുന്നു, ഭയങ്കര ക്യൂ ആണ്. അപ്പൊ നിന്ന് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ നടന്ന് പടിഞ്ഞാറ് നടയിൽ വന്ന് നിന്ന സമയത്ത് ഒരു അമ്മ എന്നോടൊന്ന് ചോദിച്ചു, മോളെ ഞാൻ ഇങ്ങനെ ഉള്ളിൽ പോകാൻ പോവുകയാണ്, എന്റെ 4 കൂപ്പൺ ഉണ്ട്, മക്കൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങള് അതെനിക്ക് വിശ്വാസമായില്ല, കാരണം നമ്മളെ പറ്റിക്കാൻ പോലെ ആൾക്കാർ വരുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ അമ്മയുടെ കൂടെ അവിടെ പോയ സമയത്ത് എന്താ പറയാ, ആ അമ്മയുടെ 4 കൂപ്പറുണ്ട്. ഞങ്ങള് ഉള്ളിൽ കയറി ഭഗവാനെയൊക്കെ കണ്ടു. പക്ഷെ ആ അമ്മയുടെ എനിക്ക് മനസ്സിലാച്ച ആ അമ്മയുടെ കണ്ണിൽ ഒന്നൊരു പ്ലാസ്റ്റിക് കണ്ണാണ്. അതുപോലെ ഒരു കണ്ണ് ഭയങ്കര കാഴ്ച കുറവാണ് കേട്ടോ. ഈ പൈസയൊക്കെ പൂജയ്ക്കെടുത്ത് കൊടുക്കും, ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് കൊടുക്കുന്നത്. പുള്ളിക്കാരയിൽ ഭഗവാന് കൊടുക്കാൻ അവിലും മലരും എല്ലാ സാധനങ്ങളും പൂജയ്ക്കടെ കൊടുക്കാനുള്ള കുറെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ പൂജയെല്ലാം കണ്ടു, ഭഗവാനെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അമ്മയ്ക്കവിടെ കിറ്റ് കൊടുത്തു. അതിലൊരു കിറ്റ് എനിക്ക് തരികയും ചെയ്തു. പക്ഷെ പറയാണ്, എനിക്ക് കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ അമ്മയുടെ കൂടെ അമ്പലത്തിൽ കയറാനും ആ അമ്മയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കും ഭഗവാൻ തന്നൊരു ഭാഗ്യം. അതൊരിക്കലും പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. അപ്പൊ എവിടെ ഇരുന്നാലും അമ്മയ്ക്ക് വേണ്ടി ആയുസ്സാരും പ്രാർത്ഥിക്കുന്നത്. നന്നായിരിക്കട്ടെ.